സോഷ്യൽ മീഡിയയിൽ നിന്ന് നെറ്റിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രസ് മീറ്റൊക്കെ നടത്തിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ താരങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഒരാളുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആളോട് തന്നെ ചോദിച്ചോക്കെ എന്തുകൊണ്ടാണ് ആ ട്രാൻസ്ഫോർമേഷൻ നടത്തിയത്. എന്താണ് മുടി വെട്ടാൻ കാരണം? നമസ്കാരം. ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലേ നടത്തിയത്? ഞാൻ തൃശ്ശൂർ പൂരം, വെടിക്കെട്ട്, അങ്ങനെ ഒരുപാട് സിനിമകൾ മുടി താടിയുള്ള ലുക്കായിരുന്നു. പിന്നെ നമ്മുടെ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലാണ് ഒരു വ്യത്യസ്തമായിട്ട് ഒരു ലുക്കിൽ വന്നത് കോമഡി ഉത്സവത്തിലൂടെ. പിന്നെ ഈ മുടി വെട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ കുറേ പ്രോഗ്രാംസ് വരുന്നുണ്ട്. കോമഡി ഉത്സവം പോലത്തെ പരിപാടികൾ എനിക്ക് വരുന്നുണ്ട്, സ്റ്റേജ് പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ലുക്ക് ചിലവർ പറഞ്ഞു ഈ ലുക്കിൽ ഒരു ക്ലബ്ബ് പ്രോഗ്രാം ആണെങ്കിലും ചിലപ്പോൾ അവർ അവോയ്ഡ് ചെയ്യും, അതിൻ്റെ ലുക്കൊന്ന് മാറ്റി പിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം എനിക്ക് അടുത്ത ദിവസം ഉണ്ട് എറണാകുളത്ത്. അപ്പോൾ അവർ പറഞ്ഞു അഭിലാഷേ ലുക്കൊന്ന് മാറ്റി പിടിക്കാൻ പറ്റുമോ, ഡോക്ടേഴ്സിൻ്റെ പ്രോഗ്രാമാണ് വരുമ്പോൾ ചെറിയൊരു ജസ്റ്റ് ഞാൻ പറയണ്ടല്ലോ എന്ന് പറയുമ്പോൾ എനിക്കത് കാര്യം മനസ്സിലായി. അപ്പോൾ ഞാനൊന്ന് ചേഞ്ചായി. ഇനി താടി മുടി വേണമെങ്കിൽ വളർത്താമല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കരടി എന്ന് പറഞ്ഞിട്ട് കരടി എന്ന് വിളിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കരടി എന്ന് അവർ വിളിക്കണമെങ്കിൽ തന്നെ ജസ്റ്റ് നമ്മളവർ മനസ്സിൽ അല്ലെങ്കിൽ ആ മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്തു നമ്മളെ, അല്ലേ? കരടി എന്ന് വെച്ചാലും നമ്മളിപ്പോൾ പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ആനയാണെങ്കിലും പുലിയാണെങ്കിലും കടുവ എല്ലാം ആയിക്കോട്ടെ, മൃഗങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കരടി എന്ന് വിളിച്ചെന്ന് വെച്ചാൽ വലിയ തെറ്റൊന്നുമില്ല. അത് പലരും പല രീതിയിൽ വിളിക്കുന്നു. പിന്നെ അങ്ങനെ വിളിക്കുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ. എത്രയോ പേര് പല കാര്യങ്ങൾ ചെയ്ത് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരാൾ പോലും തിരിച്ചറിയുന്നില്ല. കളിയാക്കി വിളിക്കുന്നവരുണ്ട്, പലരും കളിയാക്കി തന്നെയാണ് വിളിക്കുന്നത്. കാരണം ഫീൽ ചെയ്യാറുണ്ട് എന്ന് വെച്ച് നമ്മൾ അതിൻ്റെ പുറകെ പോകാറൊന്നുമില്ല. അന്നേരത്തെ ഒരു രീതിയിൽ നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ട് പോകും. ഏതാ? ഇല്ല, ഇത് വന്ന് ഫീൽ ചെയ്തുകൊണ്ട് വെട്ടിയല്ല. ഇത് ഞാൻ പറഞ്ഞ കോമഡി ഉത്സവത്തിലൊക്കെ വരുമ്പോൾ ഈ ലുക്ക് തന്നെയാണ്. അന്ന് മണിച്ചേണ്ടൊക്കെ ചെയ്യുമ്പോൾ ഈ ഫിഗറിലാണ് മണിച്ചേണ്ട. അതായത് ഇങ്ങനെയൊക്കെ ഒരു സാധനമല്ലേ, മുള വാസന്തി എന്താ പറയാന്നറിയില്ലേ, കൊച്ചൻ്റെ പോലെ എനിക്ക് കണ്ണില്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ പൈസ കിട്ടണമെങ്കിൽ ഈ ലുക്ക് വേണമായിരുന്നു. ഇത് കഴിഞ്ഞ് താടി മുടിയും വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയാന്നറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ആൾക്കാർ ഇത് തന്നെ മണിച്ചേട്ടനെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്കിൽ മണിച്ചേട്ടൻ്റെ മുമ്പിൽ ആ പെർഫോമൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കലാഭവൻ മണിച്ചേട്ടൻ്റെ മുമ്പിൽ ചെയ്തിട്ടുണ്ട്. വേറെ നടൻ്റെ മുമ്പിൽ ഞാൻ ചെയ്തു കേട്ടോ. അപ്പോൾ പുള്ളി എന്നെ പറഞ്ഞതെന്നറിയോ, എൻ്റെ മോൻ ഇതിൽ നന്നായിട്ട് ചെയ്യുന്നു. ഇപ്പോൾ ആ മലയാള സിനിമയിൽ നല്ല നടനാണ് പുള്ളിയുടെ മോൻ. പക്ഷേ എനിക്കത് ആയിക്കോട്ടെ ശരിയായില്ലായിരിക്കും, പക്ഷേ പുള്ളിക്കൊന്ന് പറയാമായിരുന്നു അഭിലാഷ് ഇനിയൊന്ന് ശരിയാക്കാം. ആ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നി. പക്ഷേ മണിച്ചേട്ടൻ പറഞ്ഞെന്താണെന്നറിയോ, എടാ അത്രയൊന്നും ആയിട്ടില്ല, പക്ഷെ നീ ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം, പക്ഷെ അത് കളയരുത്. പലരും പറയും. അങ്ങനെ മണിച്ചേട്ടൻ്റെ വായിൽ നിന്ന് കേൾക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്കുണ്ടായി. ഒരു അവാർഡ് കിട്ടിയ പോലെ എനിക്ക് കൂട്ടുന്നു. പിന്നെ മണിച്ചേട്ടൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ മണിച്ചേട്ടൻ ചെയ്ത് മുന്നോട്ട് പോയത്. താടിയും മുടിയും വളർത്തുന്നവരൊക്കെ ഭ്രാന്തനാണ്, കുളിക്കാത്തവനെന്നൊക്കെ പറഞ്ഞതിൽ കാര്യമില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിലെ അച്ഛന്മാരുണ്ടല്ലോ, പള്ളിയിലെ മുഖ്രിമാരുണ്ടല്ലോ, ഇവരൊക്കെ താടി മുടി വളർത്തല്ലേ. എന്ന് വെച്ചാൽ വേറെ രീതിയിൽ പറഞ്ഞതല്ല. ഈ താടി മുടുത്തുന്ന എല്ലാവരും കൊള്ളില്ല എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. അത് മോശമാണ്. താടി മുടി തന്നെ ആവുമല്ലോ 2 മാസം കഴിയുമ്പോൾ ഇതുപോലെ കൂടുതലായിട്ട്. കാരണം എന്ന് വെച്ചാൽ താടി മുടിയും സത്യം ദൈവമേ ഒരു ചായ വാങ്ങി തന്നല്ലോ. അപ്പം ഇത് നമ്മുടെ പ്രിയ സുഹൃത്ത് പെരേര പറയുകയുണ്ടായി, താൻ എന്തിനാണോ താടി കളഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. താൻ ഇനി ചെറുപ്പമാവില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അസൂയാണെന്നറിയില്ല, അത് പറഞ്ഞൊരു ഡയലോഗ്സ് എനിക്ക് ചിരി വന്നത്, താൻ ഇനിയും ചെറുപ്പമായി വരുമല്ലോ എന്ന് ആ രീതിയിൽ വരെ പറഞ്ഞു. ആ പെരേര ഇത് പറഞ്ഞു, ഞാനായിരുന്നല്ലോ ട്രെൻഡ്, ഇനി മാറുമോ, താൻ നാളെ ട്രെൻഡാവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു, ഡയലോഗ്സ് ആയിരുന്നു പെരേര എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ താടി മുടി ഞാൻ കളഞ്ഞത് അറിയാലോ, സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങി. ഗുഡ് ലക്ക് വിഷൻ എന്ന് പറഞ്ഞ ട്രൂപ്പുണ്ട്, ഗുഡ് ലക്ക് വിഷൻ. ഞാൻ സുമേഷ് ഗുഡ് ലക്കുമാണ് പ്രോഗ്രാം കൊണ്ടുവരുന്നത്. സുമേഷ് ഗുഡ് ലക്ക് എന്ന് പറഞ്ഞാൽ അമീറ സിനിമയിലെ വില്ലനാണ്, കോമഡി ഉത്സവത്തിലൊരു ആർട്ടിസ്റ്റാണ് സുമേഷ് ഗുഡ് ലക്ക്. എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവന്നത് സുമേഷ് ഗുഡ് ലക്കാണ്. എനിക്ക് മിമിക്രി എന്താണെന്ന് പഠിപ്പിച്ചു തരികയും മിമിക്രി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരികയും. അന്ന് ഒരു ചെറിയൊരു സംഭവം ഉണ്ടായിട്ടോ, ഞാൻ പറഞ്ഞോട്ടെ, ഫ്ലവേഴ്സിൽ 1 കോടിയിൽ വരെ ഞാനത് പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് ഇങ്ങനെ സിനിമയിൽ കയറണമെന്ന് ഞാൻ സുമേഷ് ഗുഡ് ലക്കിനോട് പറയുമ്പോൾ സുമേഷ് ഗുഡ് ലക്ക് പറഞ്ഞാൽ എന്താണെന്നറിയോ, നീ ഒരു പണിയേ, എനിക്ക് ദക്ഷിണ വെച്ചിട്ട് മിമിക്രി ഉണക്കിക്കൊള്ളാൻ പറഞ്ഞു, തമാശക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പെടുന്ന എൻ്റെ വല്യമ്മ, എൻ്റെ അമ്മയുടെ അമ്മ എന്നില്ല, അമ്മയോട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എന്നൊരു പണി ഒരു വെറ്റിലെ അടയ്ക്കാൻ കൊണ്ടുപോയി
വെച്ചിട്ട് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങ്, അന്നേരം എന്തെങ്കിലുമൊക്കെ ആയി തീരുന്നു പറയും. ഞാൻ അമ്മ പറഞ്ഞ പോലെ ദക്ഷിണ വെച്ചു, അനുഗ്രഹം വാങ്ങി. അപ്പം ഞാൻ സുബേഷോട് ചോദിച്ചു എന്തെങ്കിലും ആയി തീരുമോ എന്ന് ചോദിച്ചു. പറയും ഒരു നടനൊക്കെ ആയി തീരും അഭിലാഷ് എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുതായിട്ട് ജയറാമേട്ടനാവുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിയറാ ജയറാമേട്ടനൊന്നും ആവില്ല, ഒരു മണിച്ചേട്ടനെങ്കിലും ആവുമെന്ന് പറയും. അങ്ങനെ സുബേഷ് കുട്ടിലൊക്കെയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്ത്. പിന്നീടാണ് കോമഡി ഉത്സവത്തിലേക്ക് വന്നും ഇങ്ങനെ പോയത്. പിന്നീട് വന്ന സിനിമകളിലെല്ലാം അറിയാലോ, വെടിക്കെട്ടാണെങ്കിലും തൃശ്ശൂർ പൂരാണെങ്കിലും ഈ ലുക്കാണ്. പിന്നെ കുറേ വെബ് സീരീസ് ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും ആൽബങ്ങളാണെങ്കിലും ലുക്ക് കിട്ടി. പിന്നെ ഈയിടെ കുറച്ച് സ്റ്റേജ് പ്രോഗ്രാം വരുന്നുണ്ട് ഗുഡ് ലക്ക് വിഷൻ്റെ തന്നെ. അപ്പോൾ എല്ലാവരും പറഞ്ഞു പല ഫംഗ്ഷനും അഭിലാഷ ചെല്ലുമ്പോൾ ഇത് ബാധിക്കുന്നുണ്ട്, അതുകൊണ്ട് മുടിയൊന്ന് ഒതുക്കുവാണെങ്കിൽ നല്ലതായിരിക്കുന്നത്. അങ്ങനെ ഞാൻ മുടി അങ്ങ് വെട്ടിക്കളഞ്ഞു, താടിയും കളഞ്ഞു, താടിയും മുടിയും കളഞ്ഞു. അപ്പോൾ ഏതായാലും കൊച്ചു സുന്ദരനായില്ലേ? സത്യമാണോ? ഉറപ്പാണോ? ആളുകൾ കമൻറ്റ് ചെയ്യണേ, വലിയ കമൻറ്റായി പോരുത്. ഇത് വേറെ ലുക്കായോ? മാസ് ലുക്കായില്ലേ? ഐശ്വര്യം ജനങ്ങൾ തീരുമാനിക്കണമല്ലേ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളതല്ലേ. എന്തായാലും സന്തോഷം. അപ്പോൾ എന്തായാലും ഈ ലുക്കിൽ ഇനിയും കാണാം, കുറേ ഇൻ്റർവ്യൂസൊക്കെ കാണാം. താങ്ക് യു.